നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ? നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഫാദർ ജെയിംസ് പനവേലിൽ പറഞ്ഞ ആ കാര്യം ഞാനിവിടെ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ നിന്നുകൊണ്ട്, നല്ലവരായ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം തീവ്രമായി ചിന്തിക്കുന്ന, ഭീകരമായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. അവരെ സൂക്ഷിക്കുക. അവരെ ഫാദർ ജെയിംസ് പനവേലിൽ വിശേഷിപ്പിച്ചത് ക്രിസംഖികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംഘികളുടെ ആശയത്തോട് കൂറുപുലർത്തിയിട്ട് മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വരുന്നുള്ളത്. ഇത് അപകടകരമായ ഒരു നീക്കമാണ് എന്നാണ് ജെയിംസ് പനവേലിൽ ഇത്തരക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് തുറന്നടിച്ചു പറഞ്ഞത്. ആ ഫാദറിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഒരുപാട് ആളുകൾ പറയാൻ മടിച്ച പച്ചയായ സത്യമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അങ്ങനെ സംഘികളോടൊപ്പം മറ്റൊരു കൂട്ടരും കൂടിയുണ്ട്. ഈ ക്രിസംഖികൾക്ക് പുറമേയുള്ള മറ്റു ചിലർ മുസ്ലിം നാമധാരികളായിട്ടുള്ള മാപ്ലാങ്കികൾ. ഞാൻ അവരെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ മാപ്ലാങ്കികളും സംഘികളുടെ പക്ഷത്തുണ്ട്. അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഇപ്പോൾ BJP-യിലേക്ക് ചേക്കേറിയിട്ടുള്ള ചില മുസ്ലിം നാമധാരികളെ കാണുന്നുള്ളത്. അപ്പോൾ മാപ്ലാങ്കികളും ക്രിസംഖികളും സംഘികളും ചേർന്ന് നിന്നുകൊണ്ട് അവർ ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രീതിയിലും തിരിച്ചടിയായി മാറുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഈ ക്രിസംഖികൾ വലിയ രീതിയിൽ കാണുന്നുള്ളത്. പക്ഷേ ക്രിസംഖികളായിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തീവ്രമായി ചിന്തിച്ചുകൊണ്ട് ഭീകരമായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന അത്തരക്കാരായിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഛത്തീസ്ഗഡിലെ 25 വയസ്സുകാരനായിട്ടുള്ള നിങ്ങളുടെ ഒരു പുരോഹിതനെ ക്രൂരമായി മർദ്ദിച്ച ആ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. 100ഓളം വരുന്ന ആൾക്കൂട്ടം ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും ആ നിരപരാധിയായ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ക്രൂരമായി തല്ലിച്ചതക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും സാധന സാമഗ്രികളെയും നശിപ്പിച്ചു കളയുകയും വീടിനെ തന്നെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. എത്രത്തോളം ഗുരുതരമായി ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയമാണത്. എത്രത്തോളമാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. അങ്ങനെ സംഘപരിവാർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരെ എതിർക്കുന്ന നല്ലവരായ ഹൈന്ദവരെയും വേട്ടയാടുമ്പോൾ നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം ഇത്തരം തീവ്രമായി ചിന്തിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ മുസ്ലിങ്ങളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ സംഘികളുടെ ആശയത്തോട് കൂറുപുലർത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞാൽ, അതായത് മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതവരുടെ എല്ലാ പുസ്തകങ്ങളിലും അവർ വ്യക്തമായി പറഞ്ഞതാണ്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, അങ്ങനെ തുടങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉന്മൂലനം ചെയ്യുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ, അത് കഴിഞ്ഞാൽ നിങ്ങളാണ്. ഇപ്പോൾ എന്താണ് ഈ തീവ്രമായി ചിന്തിക്കുന്ന വർഗീയവാദികളായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ ക്രിസംഖികൾ ചെയ്യുന്നത്? സംഘികൾക്ക് വേണ്ടിയിട്ട് ഒത്താശ പാടി നടക്കുകയാണ്. അവർ കണ്ണു തുറന്ന് കാണണം. ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് യഥാർത്ഥ ഹൈന്ദവരെ, അതായത് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെ പോലും ചീത്ത കേൾപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ തീവ്രമായി ചിന്തിക്കുന്ന സംഘികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനോട് കൂറു പുലർത്തുന്ന ക്രിസംഖികൾ കാണേണ്ടത് ഛത്തീസ്ഗഡിലെ ആ ക്രൂരമായിട്ടുള്ള ആക്രമണത്തെക്കുറിച്ച് തന്നെയാണ്. എന്തായാലും ഈ വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്രിസംഖികളെ ഉദ്ധരിച്ചുകൊണ്ട് ട്രോളന്മാർ ട്രോളിയിട്ട് മുന്നോട്ട് പോകുമ്പോഴെങ്കിലും ഇവർ പാഠം പഠിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.